ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു കൊഞ്ചിൻ്റെ റെസിപ്പിയാണേ. വലിയൊരു മീഡിയം സൈസ് കൊഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് തീയലുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നും തീയലുണ്ടാക്കി കഴിച്ച് മടുത്തത് കൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൊഞ്ചിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് അധികം ചേരുവകളൊന്നും ചേർക്കാതെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ചിൻ്റെ റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും വിചാരിക്കും എന്താ ഈ കൊഞ്ച് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതിനകത്തൊരു ട്രിക്ക് ഉണ്ട്, ഞാനത് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ ഫ്രൈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വലിയ ജീരകവും ഒരു 20 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിന് വറ്റൽ മുളക് 4-5 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ മുളക് പൊടി ആഡ് ചെയ്യുന്നതിലും ഈ വറ്റൽമുളക് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് കിട്ടും കറിക്ക്. നമ്മൾ ഈ വറ്റൽമുളക് ചുട്ടെടുത്ത് ചതച്ച് ചമ്മന്തി ഉണ്ടാക്കില്ലേ, അതിനൊരു പ്രത്യേക സ്വാദല്ലേ. അതേപോലെ ഈ വറ്റൽമുളക് ചേർക്കുന്ന കറികൾക്കെല്ലാം ഒരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ട് ഈ ചെമ്മീൻ്റെ റെസിപ്പിയിൽ ഞാൻ വറ്റൽമുളകാണ് ചേർത്തേക്കുന്നത്. അതിനൊരു പ്രത്യേക സ്വാദ് അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ചെറിയുള്ളി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി. ഈ റെസിപ്പി ഒരു സൈഡ് ഡിഷായിട്ട് കൂട്ടാനാണ്. എന്നിട്ട് വേറെ എന്തെങ്കിലും ഒഴിച്ചുകറിയുടെ കൂടെ ഇങ്ങനെ കൂട്ടാൻ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഒരു 2 കപ്പോളം കൊഞ്ച്, വലിയ കൊഞ്ചാണ് എടുത്തേക്കുന്നത്. തീയൽ വെക്കാൻ, മുളക് കറി വെക്കാനും ഒക്കെ ചെറിയ കൊഞ്ചാണ് നല്ലതെന്നാണ് അമ്മ പറയാറ്. അപ്പോൾ ഞാൻ ഇത്തിരി വലിപ്പം, നല്ലോണം കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു കൊഞ്ചാണ്, ഒരു മീഡിയം സൈസ് കൊഞ്ച്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും തീയലും അതെല്ലാം കഴിച്ചിട്ട് മതിയായി. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ടേസ്റ്റ് ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. കൊഞ്ചാണെന്ന് പറയേയില്ല, നമുക്ക് അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഈ റെസിപ്പിക്ക്. ആദ്യം നമ്മൾ വറ്റൽമുളകും ഉള്ളിയെല്ലാം കൂടെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തത് ആദ്യം തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് ശരിക്കൊന്നും ഗ്രൈൻഡായിട്ട് കിട്ടില്ല, നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടില്ലേ. അതിന് ശേഷം വേണം കൊഞ്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാൻ. കൊഞ്ച് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് റെസിപ്പി ഉണ്ടാക്കുന്നത്. നേരത്തെ വറ്റൽമുളകും ഉള്ളിയും വറുത്ത് കോരിയ എണ്ണയിലോട്ട് തന്നെ ഒരു അരമുറി സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയെല്ലാം കുഞ്ഞുള്ളി ഇടുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഞാൻ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കുരുമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി, ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൊണ്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല രീതിയിൽ വഴന്നുണ്ട്. ആ മണമൊന്ന് മാറി നല്ലൊരു പച്ചമണം മാറി നമുക്ക് മൂത്തൊരു മണം വരുമല്ലോ, അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ കൊഞ്ച് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ ഇതുപോലെ പേസ്റ്റായിട്ട് കിട്ടണം. ഉള്ളിയും വറ്റൽമുളകും എല്ലാം അതിൽ നന്നായിട്ട് അരഞ്ഞ് ചേർന്ന്, എന്നാലേ അതിൻ്റെ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ മുട്ട ചെക്കുന്ന പോലെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ അരഞ്ഞിട്ട് കൊഞ്ച് ചേർക്കുമ്പോഴത്തേക്കും ഒരു 2 മിനിറ്റ് പോലും വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നമുക്കിതാ മുട്ട ചിക്കിയെടുത്തതുപോലെ തന്നെ കൊഞ്ചിനെ നമുക്കിങ്ങനെ മാറ്റിയെടുത്ത് കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും എരിവൊക്കെ അനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്വാദാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഈ കൊഞ്ചിൻ്റെ മിക്സിൽ ആ തേങ്ങ നന്നായിട്ട് വറുത്ത് വരുമ്പോഴേ ഇതിന് നല്ലൊരു സ്വാദ് കിട്ടത്തുള്ളൂ. അല്ലാതെ തേങ്ങ പച്ചയ്ക്ക് കിടക്കുകയാണെങ്കിൽ ഈ കൊഞ്ചിൻ്റെ റെസിപ്പിക്ക് നല്ലൊരു സ്വാദ് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണം വരും. അതുപോലെ തന്നെ കൊഞ്ചും നന്നായിട്ട് ചിക്ക് ചെയ്ത് മൊരിഞ്ഞ് വരണം, എങ്കിലേ ഇതിൻ്റെ കറക്റ്റ് ഒരു പാകവും സ്വാദും കിട്ടത്തുള്ളൂ. ഈ ഒരു പരുവത്തിൽ തേങ്ങയുടെ കളറ് മാറി നമ്മുടെ കൊഞ്ച് നന്നായിട്ട് ഫ്രൈ ചെയ്ത പോലെ. ഒരുപാട് ഫ്രൈ ആയാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കൊഞ്ചിൻ്റെ സ്വാദ് പോകും. അതുകൊണ്ട് ഒരു കറക്റ്റ് വേവിൻ്റെ പരുവമുണ്ട്. നമ്മുടെ കൊഞ്ച് ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.